പ്രകൃതിസുന്ദരമായ കന്യാകുമാരി. നാഗരികതയുടെ കൃത്രിമത്വം കടന്നുവരാത്ത ഗ്രാമഭംഗി നിറഞ്ഞ ഈ പ്രദേശം തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്നു. കന്യാകുമാരിക്ക് 3 കിലോമീറ്റർ വടക്കുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് അഗസ്തീശ്വരം. അഗസ്തീശ്വരത്തിന് മലയാളി ഓർക്കാതെ പോയ ഒരു പ്രാധാന്യമുണ്ട്. ഇത് അഗസ്തീശ്വരത്തെ പ്രശസ്തമായ CSI ചർച്ച്. കാലം ഒരുപാട് മാറിയിട്ടും ഇന്നും തനി നാട്ടുംപുറത്തിൻ്റെ രൂപവും ഭാവവുമുള്ള ജപജ്ഞാനം എന്ന വ്യക്തിയെ ഞങ്ങൾ അവിടെ പരിചയപ്പെട്ടു. പിന്നീടുള്ള യാത്ര ജപജ്ഞാനത്തിൻ്റെ ഒപ്പമായിരുന്നു. ലോക സിനിമാ ചക്രവാളത്തിൽ ഇടം നേടിയ മലയാള സിനിമയ്ക്ക് ഇന്ന് ജപജ്ഞാനത്തിൻ്റെ സഹായം തേടേണ്ടി വരുന്നു. ഇത് ജപജ്ഞാനത്തിൻ്റെ സ്വന്തം പുരയിടം. നിറയെ കശുമാവിൻ മരങ്ങളും വള്ളിപ്പടർപ്പുകളുമുള്ള ഈ പറമ്പിലൂടെ യാത്ര ചെയ്താൽ ഒരു കുടുംബത്തിൻ്റെ കല്ലറകൾ കാണാം. ഇവിടെയാണ് മലയാള സിനിമയുടെ അഭിമാനമായ JC ഡാനിയൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. മലയാള സിനിമയുടെ പിതാവിൻ്റെ കുഴിമാടത്തിലെത്തണമെങ്കിൽ മറ്റൊരു സ്ഥലമുടമയായ ജപജ്ഞാനത്തിൻ്റെ അനുവാദം വേണ്ടിവരുന്നു. ജീവിച്ചിരുന്ന കാലത്തുപോലും ഒരു അംഗീകാരവും കിട്ടാതെ പോയ ആ വലിയ മനുഷ്യൻ്റെ മരണാനന്തര സ്ഥിതിയും ഒട്ടും വ്യത്യസ്തമല്ലാതാകുന്നു. സെപ്റ്റംബർ 26 ചങ്ങനാശ്ശേരിയിൽ ജനിച്ചു വളർന്ന ജ്ഞാനാംബരം ജോസഫ് ഡാനിയൽ ഉപരിപഠനത്തിനായി കൽക്കത്തയിലും ലണ്ടനിലും പോയി. അദ്ദേഹം പിന്നീട് തിരുവിതാംകൂർ മെഡിക്കൽ സർവീസിൽ പ്രവേശിച്ചു. അന്ന് അദ്ദേഹത്തെ ജോസഫ് അപ്പോത്തിക്കിരി എന്നാണ് വിളിച്ചിരുന്നത്. ജോസഫ് ഡാനിയൽ ചീഫ് മെഡിക്കൽ ഓഫീസറായിരുന്ന സമയത്താണ് തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി നിർമ്മിച്ചത്. അദ്ദേഹം അഗസ്തീശ്വരത്തുള്ള സൂസമ്മാൾ സോളമൻ കോൺട്രാക്ടർ ദമ്പതിമാരുടെ ഏക മകൾ ജ്ഞാനാംബാളിനെ വിവാഹം കഴിച്ചു. ഇവർക്ക് 11 മക്കളായിരുന്നു. ഇതിൽ 2 പേർ ജനനത്തോടെ മരിച്ചു. ബാക്കി 9 മക്കളിൽ 7ാമനായി ജോസഫ് ചെല്ലയ്യ ഡാനിയൽ 1900 നവംബർ 28 നെയ്യാറ്റിൻകരയിൽ ജനിച്ചു. നെയ്യാറ്റിൻകരയിൽ വെച്ചാണ് എൻ്റെ ഫാദർ ഡോക്ടർ JC ഡാനിയൽ ജനിച്ചത്. ദെൻ they came to Agasiswaram and his basic education he had at Agasiswaram. For middle school he came to Nagarkoil. Then for high school he went to Trivandrum. His second language was Malayalam and he was staying in Wills Hostel near MM Church. 1904 NJ ഡാനിയൽ അഗസ്തീശ്വരത്ത് ഒരു കൂറ്റൻ മാളിക പണിതു. പുതുവീട് എന്നായിരുന്നു ആ മാളികയുടെ പേര്. വീട് വന്ന് ഒരു 10-50 സെൻറ്റിലേക്കുള്ള സ്ഥലത്തിലേക്ക് ഉണ്ടായിരുന്നത്. ഫുള്ളി കോമ്പൗണ്ട് വാലുള്ള ഒരു ഇതാണ്. വീട്ടിൻ്റെ സൈസ് മാത്രം ഒരു 10 സെൻറ്റിൻ്റെ അടുത്ത് വീട് കാണും. വലിയ പില്ലേഴ്സ് കൂടിയ ഇത് 2-3 പേർ ചെന്ന് കൂട്ടിക്കടിക്കാനുള്ള പില്ലേഴ്സ് അല്ല, അത്ര വലിയ പില്ലേഴ്സാണ്. പിന്നെ ആ വീട്ടിൻ്റെ അകത്ത് ഒരു നിലവറ ഉണ്ടായിരുന്നു. അതേ വർഷം തന്നെ NJ ഡാനിയലും കുടുംബവും അഗസ്തീശ്വരത്തേക്ക് താമസം മാറി. JC ഡാനിയലിൻ്റെ കുട്ടിക്കാലം അഗസ്തീശ്വരത്തായിരുന്നു. എൻ്റെ ഫാദർക്ക് വളരെ ചെറിയ പ്രായത്തിൽ നിന്ന് ഈ ഡ്രാമ, ഈ ഡാൻസ് ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ ഈ അഗസ്തീശ്വരത്തിൽ പണ്ട് ഈ കൂത്ത് എന്ന് പറയും ഒരുമാതിരിപ്പെട്ട, അതായത് രാത്രി മുഴുവനും ഈ ഡ്രാമ നടന്നുകൊണ്ടിരിക്കും. ആ ഡ്രാമയിൽ പാട്ടുകളൊക്കെ കാണും, മുക്കാലും പാട്ടുകളായിരിക്കും. ഇത് പോയി കളത്തനമായിട്ട് കണ്ടുകൊണ്ടിരിക്കും എപ്പോഴും, ഈവൻ ബിഫോർ ഹി വാസ് 10 years old. അപ്പോൾ രാമസംഘ് എന്ന് പറഞ്ഞിട്ട് ഒരു ബാർബറിൻ്റെ സൺ, അയാളാണ് അയാളുടെ കൂട്ടുന്നത്. ഇവർ 2 പേരും ചെന്ന് അത് നോക്കും. രാത്രിയൊക്കെ നോക്കിയിട്ട് വരും. ഒരു ദിവസം പിടിച്ചിട്ട് അപ്പോൾ ഈ ഡ്രാമ കാണുന്നത് ഇതൊക്കെ അമംഗ് ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ഡ്രാമ കാണുന്നത്, സിനിമ കാണുന്നതൊക്കെ ഭയങ്കര ഒരു സിന്ന് പോലെയാണ്.
അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു വലിയ ഹാളുണ്ട്. ആ ഹാളിൽ ഒരു റൗണ്ട് ടേബിൾ ഉണ്ടായിരുന്നു. ആ റൗണ്ട് ടേബിളിൽ ചുറ്റി ഓട്ടിച്ചിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ എൻ്റെ ഫാദറിനെ തല്ലി. ഇത് എൻ്റെ ഫാദറും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഗ്രാൻഡ് മദറും പറഞ്ഞിട്ടുണ്ട്. അന്ന് അഗസ്തീശ്വരത്തെ ഏറ്റവും സുമുഖനായ ചെറുപ്പക്കാരനായിരുന്നു JC ഡാനിയൽ. കുട്ടിക്കാലം മുതലേ ഡാനിയലിന് കളരി അഭ്യാസത്തിൽ താൽപ്പര്യം തുടങ്ങി. നാഗർകോവിലിലെ പ്രൈമറി വിദ്യാഭ്യാസത്തിനു ശേഷം ഹൈസ്കൂൾ പഠനത്തിനായി ഡാനിയൽ തിരുവനന്തപുരത്തെത്തി. അക്കാലത്ത് ഡാനിയൽ ധാരാളം ഇംഗ്ലീഷ് സിനിമകൾ കാണുമായിരുന്നു. തിരുവനന്തപുരത്തെ താമസ സമയത്താണ് ഡാനിയലിന് ചിലമ്പാട്ടത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതണമെന്ന ആഗ്രഹം തോന്നിയത്. കളരിപ്പയറ്റിനോട് സാദൃശ്യമുള്ള ചിലമ്പാട്ടം എന്നൊരു കലാരൂപം തമിഴ്നാട്ടിലുണ്ട്. അത് പിന്നീട് ഡോക്യുമെന്ററി നിർമ്മാണം എന്ന മോഹത്തിലെത്തിച്ചു. തിരുവനന്തപുരത്തെ വിദ്യാഭ്യാസ കാലത്താണ് ഡാനിയൽ തൻ്റെ ജീവിതസഖി ജാനറ്റിനെ കണ്ടെത്തിയത്. പാരൻസിൻ്റെ മാരേജ് അതൊരു ലവ് മാരേജ് ആയിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഫാദർ ട്രിവാൻഡ്രത്തല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ LMS ബുക്ക് സ്റ്റാൾ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ, അതായത് മദറുടെ ഫാദർ, ഹി വാസ് ഇൻ ചാർജ് ഓഫ് ദറ്റ് LMS ബുക്ക് ഷോപ്പ്. LMS ബുക്ക് സ്റ്റാളിനടുത്ത് തന്നെ അവരുടെ ക്വാർട്ടേഴ്സ് ആയിരുന്നു. അപ്പം കൂടെ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി എൻ്റെ ഫാദറോടെ പോകും. ഒരിക്കൽ പോകുമ്പോൾ എൻ്റെ മൈ ഗ്രാൻഡ് ഫാദർ വാസ് സെർച്ചിങ് ഫോർ ദ ബുക്ക്. ഒരു പർട്ടിക്കുലർ ബുക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മദറിൻ്റെ യങ്ങസ്റ്റ് ബ്രദർ ഓടിച്ചുകൊണ്ട് വന്നു. ദർ വാസ് സം കോറൽ, ഹി വാസ് അബൌട്ട് ടു സ്ട്രൈക്ക്. അപ്പോൾ അച്ഛന്ന് പറഞ്ഞിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ അടുത്ത് ഓടി വരുമ്പോൾ കണ്ടത് എൻ്റെ ഫാദറിനാണ്. സോ അറ്റ് ഫസ്റ്റ് സൈറ്റ് ദേ ഫെൽ ഇൻ ലവ്. But my mother was only 13 years old and my father was only 18 years old. എൻ്റെ ഗ്രാൻഡ് மதரோட ஃபாதர் ஜோயல் சிங் அவர் வந்து நல்ல பாட்டு நம்ம மியூசிக்கில் ரொம்ப இன்ட்ரெஸ்ட்டு, பாட்டு நல்லா கட்டுவார். They waited 5 years. எங்கள் தாத்தாவுடைய கல்யாணத்தன்னைக்கு அந்த சர்ச்சில் பாடின அந்த வெட்டிங் சாங் வந்து எழுதுனது வந்து எங்கள் கிராண்ட் மதரோட அப்பா மிஸ்டர் ஜோயல் சிங் தான் அதை எழுதினார். 1924 their marriage took place at MM Church near our museum. ഇതിനിടയ്ക്ക് ഈ കളരിപ്പയറ്റിനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ഫിലിം എടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഈ ഡോക്യുമെൻ്ററി ഫിലിം എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന അപ്പോൾ പിന്നെ ഹി തോട്ട് ദർ വാസ് എ ഫ്രണ്ട് മിസ്റ്റർ സുന്ദരം. അയാൾ പറഞ്ഞ് നമുക്ക് എല്ലാം ചേർന്ന് ഒരു ഫിലിം എടുത്താലെന്ന്. അപ്പോൾ ഇയാൾ ചെന്ന് മെഡ്രാസ് പോയി അവിടുത്തെ സ്റ്റുഡിയോസൊക്കെ അകത്ത് കയറാനുള്ള ചാൻസ് കിട്ടിയില്ല. ദെൻ ഹി വെൻ ടു ബോംബെ ഇപ്പോൾ എങ്ങനെ കഷ്ടപ്പെട്ടെടുത്ത് സ്റ്റുഡിയോസ് പോയി അതിൻ്റെ ടെക്നിക്കൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മുടെ കേരളയിൽ അന്ന് ദർ വാസ് നോ ടെക്നീഷ്യൻസ്
there was no financier, there was no director, no actor, nothing, nobody knew anything about film. സ്വന്തമായി എഴുതിയുണ്ടാക്കിയ കഥയുമായി ഡാനിയൽ സിനിമ പിടിക്കാനിറങ്ങി. ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് എന്നൊരു കമ്പനി രൂപീകരിച്ചു. മലയാള സിനിമ വാതിൽപ്പുറ ചിത്രീകരണം ആരംഭിച്ചതുപോലും ആദ്യ സിനിമയായ വിഗതകുമാരൻ മുതലാണെന്ന് പറയാം. തിരുവനന്തപുരത്ത് പട്ടത്തുള്ള ശാരദവിലാസം. ഇവിടെ വച്ചാണ് ആദ്യ ചിത്രമായ വിഗതകുമാരൻ മിസ്റ്റർ ഡാനിയൽ ഷൂട്ട് ചെയ്തത്. അതും ഫാദറില മിസ്റ്റർ നാഗപ്പനാർ അഡ്വക്കേറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഈ വിവരം എനിക്ക് കിട്ടിയിട്ടുള്ളത്. JC ഡാനിയലിൻ്റെ കയ്യൊപ്പോടു കൂടിയ ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സിൻ്റെ ഒറിജിനൽ ലെറ്റർ ഹെഡാണിത്. ഇതിലും സ്റ്റുഡിയോ അഡ്രസ്സായി കൊടുത്തിരിക്കുന്നത് ശാരദാ വിലാസ് പട്ടം എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ സിനിമ സ്റ്റുഡിയോ. 1930 ഒക്ടോബർ 23 ഡാനിയലിൻ്റെ വിഗതകുമാരൻ എന്ന നിശബ്ദ ചിത്രം പ്രദർശനത്തിനെത്തി. തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിലും നാഗർകോവിൽ പയനിയർ തിയേറ്ററിലും ചിത്രം റിലീസായി. കേരളത്തിൽ സിനിമയെന്ന കലാരൂപം അങ്ങനെ പിറവിയെടുത്തു. ഡാനിയലിൻ്റെ പ്രതീക്ഷകളൊക്കെ തകിടം മറിഞ്ഞു. സിനിമ ഒരു പരാജയമായിരുന്നു. ആ പേര് തന്നെ ഒരു ദാരിദ്ര്യം പിടിച്ച പേര്, ഐശ്വര്യം ഇല്ലാത്ത ഒരു പേര്. ആദ്യം ഒരു സ്റ്റേറ്റിൽ ആദ്യം എടുക്കുന്ന ഒരു പടം, ആദ്യം ഒരു മനുഷ്യൻ എടുക്കുന്ന പടത്തിൻ്റെ പേര് ലാസ്റ്റ് ചൈൽഡ്. JC ഡാനിയലിൻ്റെ മൂത്ത പുത്രൻ സുന്ദരം ഡാനിയലായിരുന്നു ഈ ചിത്രത്തിൽ വിഗതകുമാരനായി അഭിനയിച്ചത്. ഒരു റൗണ്ട് റസ്റ്റഡ് ബോക്സിൽ നെഗറ്റീവ് ഫിലിംസ് ഉണ്ടായിരുന്നു. അതിലുള്ള സീൻസൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് ഈ ഫിലിം വെച്ചിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരനെ കളിക്കും. പിന്നെ P.U. സിന്നപ്പൻ അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ഫാനാണ് ഞാൻ. അയാൾ സ്റ്റണ്ടിൽ വളരെ ഇതാണ്. അപ്പോൾ അയാളുടെ ഈ ഫിലിം കട്ടിങ്സ് ഉണ്ടല്ലോ, അതിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി അയാളുടെ ഒരു ചെറിയ ഫിലിം എനിക്ക് തന്നാൽ ഞാൻ ഇത്ര നീളത്തിൽ ഫിലിം, വലിയ നീളത്തിൽ ഇതിനെ വെട്ടി അങ്ങ് കൊടുക്കും. പിന്നെ ഒടുവിൽ ഈ ഫിലിമൊക്കെ തീ വെച്ച് കത്തിക്കും. അപ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ ഫ്ലെയിം വരും. ഇത് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ രസമാണ്. പിന്നെ എൻ്റെ ബ്രദർക്ക് ഇപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. പക്ഷെ അന്ന് രണ്ടുപേർക്കും 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഹി യൂസ് ടു ബുള്ളി മീ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നവരാ, ഈ ഫിലിമൊക്കെ അവൻ ആക്ട് ചെയ്ത പോർഷനൊക്കെ തീ വയ്ക്കുമ്പോൾ അവനെ തീ കത്തിയതുപോലെ ഒരു പ്ലഷർ എനിക്ക്. അങ്ങനെയും പല വിധത്തിൽ ആ ഫിലിം മുഴുവനും ഡിസ്ട്രോയ് ചെയ്തത് ഞാനും എൻ്റെ ഫ്രണ്ട്സുമാണ്. പിന്നെ അതിന് ഒരുമാതിരി മടക്കി വെച്ചിട്ട് ഇങ്ങനെ അടിച്ചാൽ ടിക്കിന് സൗണ്ട് കേൾക്കും. ഈ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ പോലെ സൗണ്ട് കേൾക്കും. ഇങ്ങനെയൊക്കെ അത് കളിച്ച് അതിനങ്ങ് വേസ്റ്റായി. അതിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതൊരു സൽക്കർമ്മത്തിനും ഉണ്ടാകാവുന്ന തിരിച്ചടി വിഗതകുമാരനുമുണ്ടായി. പ്രദർശന രംഗത്ത് വിഗതകുമാരൻ പരാജയമായി. സ്വാഭാവികമായും നിർമ്മാതാവായ ഡാനിയലിൻ്റെ കുടുംബത്തെയും ഈ പരാജയം ബാധിച്ചു. ഒടുവിൽ തൻ്റെ സിനിമാ മോഹങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് ദന്ത ഡോക്ടറായി ജീവിക്കാൻ തീരുമാനിച്ചു. വില്ലേജസിലുള്ള സ്ത്രീകൾ ഈ ചെവി ഇങ്ങനെ നീട്ടി ഇതിൽ പാമ്പടം എന്തോ പറയും, സ്വർണ്ണത്തിലിട്ടിരിക്കും. അപ്പോൾ ഈ ചെവി ഇങ്ങനെ നീളമായിട്ട് ബുദ്ധരുടെ ചെവി പോലെ ഇരിക്കും. അങ്ങനത്തെവർ എൻ്റെ കെയിം ടു മധുര സിറ്റിയല്ലേ. അപ്പോൾ അവിടെ വരുമ്പോൾ അവർക്ക് അതിനെ മാറ്റണം. അപ്പോൾ എൻ്റെ ഫാദർ ഞാൻ കൂടെ നിന്ന് കണ്ടിട്ടുണ്ട്. അതിനെ വെട്ടി ഇതിനെ രണ്ടേയും ജോയിൻ ചെയ്ത് ഒരു വളഞ്ഞ സൂചി കൊണ്ട് എന്തോ ഓർമ്മ തച്ചിട്ടിട്ട് അവർ 2 സെക്കൻഡ് ഡേ തേർഡ് ഡേ വരും. അത് 3-ാമത്തെ ദിവസം 4-ാമത്തെ ദിവസം അത് സ്റ്റിച്ചിങ് റിമൂവ് ചെയ്യും. കണ്ടാൽ ഒറിജിനൽ ചെവി പോലെ ഇരിക്കും. ഇതൊക്കെ ചെയ്യും. പിന്നെ ചില പാർട്ടഡ് ലിപ്സ് പോലും കറക്റ്റ് ചെയ്യുന്നു. മധുരയിൽ ഒരു 10 വർഷം ചെയ്തതാണ്.
അത് പിന്നീട് കാരക്കുടിക്ക് പോയി. പുതുക്കോട്ട എന്നൊരു സ്ഥലത്തിൽ 2 കൊല്ലമായിരുന്നു. അത് പിന്നീട് അഗസ്തീശ്വരത്ത് വന്ന്. That famous superstar of those days, Pius Chinnappa, he was his patient while my father was practicing at പുതുക്കോട്ടൈ. അങ്ങനെയാണ് അവർ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയത്. അപ്പോഴാണ് വീണ്ടും സിനിമ എടുക്കണമെന്നുള്ള ഐഡിയ അങ്ങ് തോന്നിയതിൻ്റെ പാർക്ക്. അതാണ് കഷ്ടകാലം തുടങ്ങിയത്. അതുവരെ കാറിലൊക്കെ പോയിക്കൊണ്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ഞാൻ പിന്നെ നടക്കാൻ തുടങ്ങി. ദന്ത ഡോക്ടറായി തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ പ്രവർത്തിച്ച് ജീവിതം കരുപിടിപ്പിക്കുമ്പോഴും മനസ്സിലെ സിനിമാ സ്വപ്നത്തെ അണയാതെ സൂക്ഷിച്ചിരുന്നു ഡാനി. 25 വർഷത്തിനു ശേഷം വീണ്ടും ഒരു സിനിമ എന്ന ചിന്തയുമായി ഇറങ്ങി. പക്ഷേ വിധി ഡാനിയലിനോട് തരുമ്പും ദയ കാണിച്ചില്ല. പുതിയ സിനിമാ ചങ്ങാത്തത്തിൽ കയ്യിലുണ്ടായിരുന്നതെല്ലാം തീർന്നു. ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാതെ ദരിദ്രനായി മാറി മലയാളത്തിൻ്റെ ആ വലിയ മനുഷ്യൻ. எப்போவுமே எங்களெல்லாம் கண்டா சொல்கிறது உண்டு, ஃபெயிலியர் ஆனது அதை பற்றி தான் அவங்க எப்போவுமே இது பண்ணிகிட்டு இருந்தாங்க. அதுக்கப்புறம் 1975 எல்லாம் அந்த டைமில் அவங்க வந்து ரொம்ப சிக்காகி 1 இயர் பெட்டில் இருந்தாங்க. அப்போ அவங்களுக்கு நடக்க முடியாது. அந்த பெட்டில் இருக்கும்போது அதை அப்பவும் எப்போவுமே அவங்களுக்கு மனசுக்குள்ள அந்த எண்ணங்கள் வந்து ஏதாவது பேசினாலும் ஃபில்ம் இண்டஸ்ட்ரி அதை பற்றி தான் பேசுவாங்க. அது எனக்கு இன்னும் நல்ல ஞாபகம் இருக்குது. മരിക്കുന്നത് വരെ ഈ സിനിമയുടെ ആ പ്രാന്ത് മാറിയിട്ടില്ല. பாட்டி வந்து கடைசி காலத்தில் தாத்தாவை ரொம்ப நல்லா கவனிச்சாங்க. லாஸ்ட் ஸ்டேஜ் பெட்டில் இருக்கும்போது தான் கடைசியில் மிஸ்ஸஸ் அந்த டைமில் இருந்த பிரைம் மினிஸ்டர் மிஸ்ஸஸ் இந்திரா காந்திகிட்ட தான் அவங்களுக்கு ஒரு அவார்டு கிடச்சிது. அந்த அவார்டு வந்ததை பற்றி பாட்டி அவர்கிட்ட சொன்னபோது கூட அவரால் அந்த டைமில் ரெகக்னைஸ் பண்ண முடியல. அவர் அதை வந்து சொன்னபோது கண்ணிலேருந்து லேசாக ஒரு டியர் ட்ராப் மாத்திரமே வந்ததே தவிர்த்து அவரால் அப்போ பேசவோ ஒன்றுமே முடியல. അവസാനം തളർവാദം വന്ന് ഒരു 1-2 കൊല്ലം കിടപ്പിൽ കിടന്ന് വായൊക്കെ ഒരുമാതിരി മുഖമൊക്കെ കോണിപ്പോയി, കൈയൊക്കെ എടുക്കാൻ വയ്യ, അങ്ങനെ ആയിരുന്നു. സാമ്പത്തികമായി എല്ലാം നഷ്ടപ്പെട്ട ഡാനിയലിനെ ശാരീരിക അസ്വസ്ഥതകൾ ഒന്നിനുമേൽ ഒന്നൊന്നായി പിടികൂടി. അദ്ദേഹം ശയ്യാവലംബനായി. സർവം സഹയായ ഭാര്യ മാത്രമായി തുണയ്ക്ക്. മരുന്ന് വാങ്ങാൻ പോലും ബുദ്ധിമുട്ടിയ നാളുകളിൽ സർക്കാരിൻ്റെ പെൻഷനു വേണ്ടി അപേക്ഷിച്ചിട്ടും കിട്ടാതെ പോയി. ഒടുവിൽ മരണസമയത്ത് സ്വന്തം മക്കളുടെ സാന്നിധ്യം പോലും ഇല്ലാതെ 1975 ഏപ്രിൽ 29 JC ഡാനിയൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. എൻ്റെ ഫാദർ മരിച്ചപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് എന്നെ അറിയിച്ചില്ല. മറിച്ച് കുറേ ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ എൽഡർ സിസ്റ്റർ അടുത്തുനിന്ന് ഒരു ലെറ്റർ വന്നു. ആ ലെറ്റർ കണ്ടപ്പോൾ എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം for 2 reasons. She did not write our father died. She wrote like this, my father passed away, my. அதுக்கப்புறம் அவர் இறந்த பிறகு கூட அவங்க அந்த டைமில் அவங்க பிள்ளைங்களாம் ரொம்ப தூரமான இடங்களில் இருந்ததுனால வர முடியாமல் அந்த டைமில் வர முடியாமல் போனதுனால அவங்களுடைய ஒரு பிரதரோட சன் தான் இப்போ டாக்டர் ஜெயசேகரன் டேனியல். அவர் தான் அதை வந்து அந்த பரியல் இதெல்லாமே ரொம்ப நல்லா செய்து முடித்தார். അവശ കലാകാരനുള്ള 300 രൂപയ്ക്ക് കൈനീട്ടിയ ഡാനിയലിനെ ആരും പരിഗണിച്ചില്ലെങ്കിലും പിന്നീട് മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 1 ലക്ഷം രൂപയുടെ പുരസ്കാരം അതേ ഡാനിയലിൻ്റെ പേരിലായത് വിധിയുടെ വിളയാട്ടമാവാം. സോമശേഖരൻ നായരുടെ എൻ്റെ ഫ്രണ്ട് എനിക്കൊരു ലെറ്റർ എഴുതുന്നു, എടാ നിൻ്റെ ഫാദർ നിനക്ക് മാത്രമല്ല ഫാദർ, ഇതേ സെയിം സെൻറ്റൻസ്, ഈസ് ഫാദർ ഓഫ് മലയാളം ഫിലിംസ്. ജീവിതത്തെയും കലയെയും രണ്ടായി കാണാൻ കഴിയാതെ പോയ
കലർപ്പില്ലാത്ത ഈ മനുഷ്യൻ്റെ കാലടികളെ പിന്തുടർന്നു വന്നവർ പടിപടിയായി മലയാള സിനിമയെ ചക്രവാളത്തോളം ഉയർത്തി. ഒരുപക്ഷെ താൻ ജീവൻ നൽകിയ മലയാള സിനിമ ലോക സിനിമയിൽ ശ്രദ്ധ നേടുന്നത് കണ്ട് അനന്തവിഹായസിലിരുന്ന് ജെ.സി. ഡാനിയൽ എന്ന ജീവിക്കാൻ മറന്നുപോയ കലാകാരൻ ആനന്ദാശ്രു പൊഴിക്കുകയാവാം.